ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സോയ ചങ്ക്സ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ സോയ ചങ്ക്സ് ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓഫാക്കാം. ഞാനിവിടെ ചെറിയ സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ തക്കാളി. ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കൊരു സൈഡിൽ മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സോയ ചങ്ക്സ് വെന്തത് നമുക്കൊന്ന് വെള്ളം പിഴിഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കതൊന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്കൊരു ചട്ടിയോ പാനോ എന്തെങ്കിലും അടുപ്പിട്ട് വെക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ പെട്ടെന്നൊന്ന് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് മാറ്റി വയ്ക്കാം. അതിലേക്ക് വെന്ത് വന്നപ്പോൾ അതിലേക്ക് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകെല്ലാം മരുന്നിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേണമെങ്കിൽ വേവിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഇളക്കിയിട്ട് നമ്മൾ വേവാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ മസാലകളെല്ലാം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി ആവശ്യമുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം. ഇതിനൊരു കളറൊക്കെ കിട്ടാനായിട്ട് എരിവ് അധികം വേണമെന്നുള്ളവർക്ക് എരിവ് അധികം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സോയ ചങ്ക്സിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കുന്ന തരത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലൊരു വെള്ളത്തിൻ്റെ ഒരു നനവ് പോലെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് വിട്ട് പോകാനായിട്ട് നല്ല രീതിയിൽ ഇളക്കി മസാല ഒക്കെ പിടിക്കുന്ന തരത്തിൽ കുറച്ച് നേരം ഇളക്കി കൊടുക്കണം. അല്ലാച്ചെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിക്കും, കരിഞ്ഞു പോകും. അത് ഒഴിവാക്കാനായിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു കളർ കിട്ടാനായിട്ട് കാശ്മീരി വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ.